ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ISL പുതിയ സീസൺ ആരംഭിക്കും മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ നിക്ഷേപകരെ കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വാർത്തയുടെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പനയെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ മാറി എന്നുള്ളതാണ് റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിക്കുന്നത്. പുതിയ സംരംഭകർ എത്തിയെന്നും ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടന്നുവെന്നും ആദ്യഘട്ട ചർച്ചകളൊക്കെ പൂർത്തിയായി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. മലയാളി സംരംഭകനും പ്രമുഖ വ്യവസായികളും ചേർന്നുള്ള ഒരു ഗ്രൂപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്തായാലും 150 കോടി രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിൽപ്പനയ്ക്കായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതൊരു വലിയ തുകയാണ് എന്ന് നിഗമനത്തിലെത്തി മുമ്പ് ലുലു ഗ്രൂപ്പ് അടക്കമുള്ള പ്രമുഖ കമ്പനികളൊക്കെ പിന്മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി പുതിയ നിക്ഷേപകർ എത്തി എന്നുള്ള സൂചന നൽകുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു ക്ലബായ ജംഷഡ്പൂർ FC ISLൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ സീസണിൽ ഫീസ് അടയ്ക്കാൻ തുകയില്ലാത്തതുകൊണ്ടാണ് ജംഷഡ്പൂർ FC ഇപ്പോൾ ISLൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 9 സീസണുകളായി ISLന്റെ ഭാഗമായിരുന്ന ജംഷഡ്പൂർ FC ഇപ്പോൾ ഇനിയൊരു മടങ്ങിവരവ് ISLലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ISLനോട് ഇപ്പോൾ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്.